H1B വിസ അപേക്ഷകർക്ക് ഏർപ്പെടുത്തിയ സോഷ്യൽ മീഡിയ പരിശോധനയെ തുടർന്ന് ഇന്ത്യയിലടക്കം ഡിസംബർ പകുതിക്ക് ശേഷം നിശ്ചയിച്ച വിസ അപ്പോയിന്റ്മെന്റുകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് വിസ സ്റ്റാമ്പിങ്ങിനായി കാത്തിരിക്കുന്ന ഇന്ത്യക്കാരായ H1B വിസ ഉടമകൾക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. സ്റ്റാമ്പിംഗ് പൂർത്തിയാക്കി ജനുവരിയിൽ യുഎസിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച പലർക്കും 2026 മാർച്ചിന് ശേഷമാണ് പുതിയ അപ്പോയിന്റ്മെന്റ് തീയതി ലഭിച്ചത്. ഇത് യുഎസിലെ തങ്ങളുടെ ജോലിയെ വരെ ബാധിച്ചേക്കാമെന്ന് പലരും ആശങ്കപ്പെടുന്നു. അത്തരക്കാർക്ക് ചില ഉപദേശങ്ങളുമായി ഇമിഗ്രേഷൻ അഭിഭാഷകർ രംഗത്ത് എത്തിയിട്ടുണ്ട്. വിദേശത്തുള്ള H1B വിസ ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം നിലവിലെ ജോലി നിലനിർത്തുക എന്നതാണെന്ന് ഇമിഗ്രേഷൻ അഭിഭാഷകനായ എമിലി ന്യൂമാൻ പറയുന്നതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. വിസ അപ്പോയിന്റ്മെന്റുകൾ 6 മാസത്തോളം വൈകുന്നതിനാൽ പലരും നാട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ജോലി നഷ്ടപ്പെട്ടാൽ പുതിയ ജോലി കണ്ടെത്തുകയും കമ്പനി $1 ലക്ഷം ഫീസ് നൽകി പുതിയ H1B വിസയ്ക്ക് അപേക്ഷിക്കുകയും വേണം. നിലവിലെ സാഹചര്യത്തിൽ ഒരു കമ്പനിയും ഇതിന് തയ്യാറാകില്ലെന്ന് ന്യൂമാൻ പറയുന്നു. എമർജൻസി അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്തവർ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. ഒരു കമ്പനി 6 മാസത്തേക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ എമർജൻസി അപ്പോയിന്റ്മെന്റിന് ശ്രമിക്കാവുന്നതാണ്. എന്നാൽ ഇതിന് സാധ്യത കുറവാണെന്നും അഭിഭാഷകൻ കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയ പരിശോധന എന്നത് വിസ ലഭിക്കാനുള്ള സാധ്യത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാരണം മാത്രമാണെന്ന് ഇമിഗ്രേഷൻ അഭിഭാഷകനായ രാഹുൽ റെഡ്ഡി പറഞ്ഞു. ട്രംപ് ഭരണകൂടത്തിന് അതിർത്തിയിൽ കൂടുതൽ ശക്തമായ അധികാരങ്ങളുണ്ട്. വിസയുള്ളവർ രാജ്യത്തിന് പുറത്താണെങ്കിൽ അവരെ പ്രവേശിപ്പിക്കാതിരിക്കാൻ അവർക്ക് കഴിയും. അതിനാൽ നിലവിൽ അമേരിക്കയിലുള്ളവർ യാത്ര ചെയ്യുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്കും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവരെ കണ്ടെത്താൻ വേണ്ടി ആരംഭിച്ച സോഷ്യൽ മീഡിയ പരിശോധനയാണ് ഡിസംബർ പകുതിക്ക് ശേഷം നിശ്ചയിച്ച വിസ അപ്പോയിന്റ്മെന്റുകൾ മാറ്റിവെക്കാൻ കോൺസുലേറ്റുകളെ നിർബന്ധിതരാക്കിയത്. നേരത്തെ FMJ വിസ അപേക്ഷകർക്ക് ഏർപ്പെടുത്തിയ സമാന പരിശോധനയാണ് ഇപ്പോൾ H1B H4 അപേക്ഷകർക്കും ഏർപ്പെടുത്തിയത്. ഇതോടെയാണ് ഡിസംബർ പകുതി മുതൽ അവസാനം വരെയുള്ള അപ്പോയിന്റ്മെന്റുകൾ മാറ്റിവെച്ചത്. ഇത് സംബന്ധിച്ച അറിയിപ്പ് അപേക്ഷകർക്ക് ചെന്നൈ, ഹൈദരാബാദ് കോൺസുലേറ്റുകളിൽ നിന്ന് ഇമെയിൽ മുഖേന ലഭിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വിസ അപ്പോയിന്റ്മെന്റുകൾ മാറ്റിവെച്ചതിനെ തുടർന്ന് ഇന്ത്യയിൽ തുടരുന്ന H1B വിസ ഉടമകളും ഇന്ത്യയിലേക്ക് വരാൻ ഒരുങ്ങുന്ന H1B വിസ ഉടമകളും ആശയക്കുഴപ്പത്തിലാണ്. പലരും എന്ത് ചെയ്യണമെന്ന ചോദ്യങ്ങളുമായി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് എത്തുന്നുണ്ട്. യുഎസിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ച ഒരു H1B വിസ ഉടമ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: ഡിസംബർ 19 എൻ്റെ വിമാനം ബുക്ക് ചെയ്തിരിക്കുന്നത്. ചെന്നൈയിൽ ജനുവരി 5 നിശ്ചയിച്ച വിസ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട ഇമെയിലോ മറ്റ് അപ്ഡേറ്റോ ലഭിച്ചിട്ടില്ല. എൻ്റെ വിസ പോർട്ടലിലും യാതൊരു മാറ്റവുമില്ല. ജനുവരി 6-7 തീയതികളിലെ അഭിമുഖങ്ങൾ മാറ്റിവെച്ചതായി കണ്ടു. എന്നാൽ എൻ്റെ അഭിമുഖം ഇതുവരെ മാറ്റിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടില്ല. അത് ഇനി മാറ്റിവെക്കില്ലേ? ജനുവരി 6, 7, 8, 9 തീയതികളിൽ നിശ്ചയിച്ച അഭിമുഖങ്ങൾ മാറ്റിവെക്കുമ്പോൾ എൻ്റേത് മാത്രം മാറ്റിവെക്കാതിരിക്കുമോ? അതോ എൻ്റെ അപ്പോയിന്റ്മെന്റും വിമാനവും ഇപ്പോൾ തന്നെ റദ്ദാക്കണോ? ഈ അവസ്ഥ ശരിക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതും സമ്മർദ്ദം നിറഞ്ഞതുമാണ്, പോസ്റ്റിൽ പറഞ്ഞു. മറ്റ് റെഡിറ്റ് യൂസർമാരുടെ അഭിപ്രായം തേടിയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. പോസ്റ്റിന് മറുപടിയായി ഒരാൾ പങ്കുവച്ച കമന്റ് ഇങ്ങനെയാണ്: യാത്ര ഒഴിവാക്കുക, അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്ര ചെയ്യുക. വിസ അപ്പോയിന്റ്മെന്റ് മാറ്റിവെക്കുന്നത് പ്രവചിക്കാൻ കഴിയില്ല. ചിലർക്ക് പെട്ടെന്ന് പുതിയ തീയതി കിട്ടും, മറ്റു ചിലർക്ക് കിട്ടില്ല. റീഷെഡ്യൂൾ ചെയ്ത ശേഷം നേരത്തെയുള്ള ഒരു തീയതി ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോയിന്റ്മെന്റ് വൈകുകയും നേരത്തെ ഒരു തീയതി ലഭിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വളരെ കാലം അമേരിക്കയ്ക്ക് പുറത്ത് കുടുങ്ങിക്കിടക്കേണ്ടി വരും. എത്ര പേർ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിസ അപ്പോയിന്റ്മെന്റ് റീഷെഡ്യൂൾ ട്രാക്കറിൽ കാണാം. ട്രാക്കർ അനുസരിച്ച് 88 പേർ ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇതിലും കൂടുതൽ ആളുകൾ ഉണ്ടാകാം, അദ്ദേഹം വ്യക്തമാക്കി.